പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമീൻ. യഹോവയുടെ വാതിലുകൾ സ്തോത്രത്തോടും അവിടുത്തെ പ്രാഹാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെ സൃഷ്ടിതാവും ജീവന്റെ പരിപാലകനും കൃപയായി ഞങ്ങൾ അനുദിനം കരം പിടിച്ച് വഴി നടത്തുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, രാജാതി രാജാവും കർത്താതി കർത്താവുമായ സ്വർഗീയ പിതാവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരു ഞായറാഴ്ച ദിവസം കൂടെ ദൈവം ഞങ്ങൾക്ക് കൃപയായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഒരാഴ്ചയുടെ നന്മകൾ അനുഭവിച്ച ഞങ്ങൾക്ക് നാഥ, പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തും വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. സ്തോത്രം സ്തോത്രം ചെയ്യുന്ന പിതാവേ, അവിടുത്തെ പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കും തോറും നാഥ, അങ്ങയോട് കൂടുതൽ ചേരുന്ന മക്കളായി ആരാധനകളിലൂടെ പ്രാർത്ഥനകളിലൂടെയൊക്കെ നാഥ അങ്ങയെ വിളിച്ചപേക്ഷിച്ച് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരവും നാഥ ഏറ്റവും കർത്താവെ ധന്യമായ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ നാളുകൾ ജീവിപ്പാൻ അവിടുന്ന് തിരുകൃപയാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നാഥ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അവിടുത്തെ മക്കൾ ആരാധനയിൽ പങ്കെടുത്തിരിക്കുമ്പോൾ എല്ലാവിധമായ സ്വർഗീയ നന്മയും സാന്നിധ്യവും നൽകി ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമീൻ. ദൈവ നാമമഹത്വത്തിന് സ്തുതിക്കുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് പാട്ടുപുസ്തകത്തിലെ 11-ാം ഗീതം എന്നാത്മാവേ നിന്നെയും മറ്റു സൃഷ്ടി സർവവും എന്നാരംഭിക്കുന്ന 11-ാം ഗീതം നമുക്ക് ചേർന്ന് ആലപിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ആരാധനക്രമം 5-ാം പുറം സ്തുതിലിത്താനികൾ 3-ാം ഭാഗം നമുക്ക് പ്രാർത്ഥനയുടെ ക്രമമായി ഉപയോഗിക്കാം. ആരാധനക്രമം 5-ാം പുറം സ്തുതിലിത്താനികൾ 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ
കർത്താവെ കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ അങ്ങേക്ക് സ്തുതി. സൃഷ്ടാവേ അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയവരോട് കൃപ ചെയ്യുന്ന മെശിഹ രാജാവേ അങ്ങേക്ക് സ്തുതി. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോട് കൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ നമ്മുടെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമുക്ക് മുട്ടുകുത്തി നമ്മുടെ പാപങ്ങളെ ഏറ്റുചൊല്ലാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസത്തിന്റെ ഈ പ്രഭാത വേളയിൽ കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധമായ പിഴവുകളെയും കുറവുകളെയും താഴ്മയോടും അനുതാപ ഹൃദയത്തോടും കൂടെ നമുക്ക് ദൈവമുമ്പാകെ ഏറ്റുപറയാം. വിശുദ്ധി കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നതല്ലല്ലോ. വിശുദ്ധിയുള്ള ഹൃദയങ്ങൾ ദൈവം തന്റെ അനുഗ്രഹം പകരുന്നു എന്ന് തിരുവചനം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവഹിതപ്രകാരമല്ലാതെ കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പിഴവുകളെയും കുറവുകളെയും ഒരു നിമിഷം മൗനമായി നമ്മുടെ ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനഃപൂർവമായ മാനസാന്തരത്തോടും പശ്ചാത്താപത്തോടും നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ പത്താം പുറത്തിൽ കാണുന്ന സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ എന്ന പ്രാർത്ഥന നമുക്കൊരുമിച്ച് ചൊല്ലാം. പത്താം പുറം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുൻപാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരുദ്ധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുൻപാകെ അറപ്പും വെറുപ്പുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടുത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവെ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടുകൂടെ എതിരേൽപ്പാനും അവിടുത്തെ മഹത്വ രാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയോടും വിനയത്തോടും സമർപ്പിക്കാം. കഴിഞ്ഞ നാളിലൊക്കെ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. കർത്താവ് മഹോന്നതൻ, ആരിലും ഉന്നതനായ ദൈവം. നാം ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുതൽ, അവിടുത്തെ മനസ്സലിവ്, അവിടെ നൽകിയിരിക്കുന്ന സംരക്ഷണം എത്രയോ ശ്രേഷ്ഠമായത്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും വിനയപൂർവ്വം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം.
അതോടൊപ്പം തന്നെ ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ നമ്മുടെ ദൈവത്തോട് പറയാം. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ഭാരങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാകുന്നു. ആ മതിയായവനായ ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്താം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്മ മാത്രമേ നന്മ മാത്രമേ നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്ത് ഭാവിച്ചെന്നാലും എന്ത് സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എന്നാത്മസഖി എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എന്നാത്മസഖി എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ. പരിശോധനകൾ മനോവേദനകൾ ഭയമേതുവിധമെന്നിൽ വന്നിടുമ്പോൾ തരി പോലും കുറവില്ല സ്നേഹമെന്നിൽ ചൊരിഞ്ഞിടും നാഥൻ പോക്കുവഴിയും തരും. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എന്നാത്മസഖി എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എന്നാത്മസഖി എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ. സ്തുതികളിൽ മധ്യേ വാസമായിരിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പിതാവായ ദൈവമേ അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ. സ്തോത്രം 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 ചെയ്യുന്നു. എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട നല്ല ചെയ്ത ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ കർത്താവേ അവിടുത്തെ പാദത്തെ ചുംബിച്ചുകൊണ്ട് പിതാവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ചോ, ഞങ്ങളുടെ ബലഹീനതകളെ പുറത്ത് കർത്താവേ ക്രിസ്തയേശുവേ അവിടുന്ന് എല്ലാ കാലത്തും ഞങ്ങളെ കൈക്കൊള്ളുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചല്ലോ കർത്താവേ. ആ വലിയ സ്നേഹത്തിന്റെ മുൻപിൽ കർത്താവേ പിതാവേ ഞങ്ങൾ മുട്ടുമടക്കി കർത്താവേ ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ജീവിതം കർത്താവേ, ഈ ജീവിത യാത്രയിലപ്പ ഞങ്ങൾ അനുദിനം അങ്ങേ സേവിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ കൃപകൾ അനുഭവിപ്പാനും ഈ നാളുകൾ നാഥ അവിടെ ഞങ്ങളെ കൃപയായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ മറ്റൊരു വഴിയുമില്ലല്ലോ കർത്താവേ. ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ ആമേൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ യേശു എന്ന നാമത്തിലപ്പ ഞങ്ങൾക്ക് വിടുതലുണ്ട്, ശക്തിയുണ്ട്, രക്ഷയുണ്ട് കർത്താവേ. ആ രക്ഷയുടെ വിടുതൽ നാഥ ഓരോ നാളും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ നന്ദിയുള്ള മക്കളായി ആമേൻ സ്തോത്രം കർത്താവേ അങ്ങേ സേവിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ആമേൻ സ്തോത്രം സത്യസാക്ഷി
സാക്ഷികളായി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപപ്പെടുത്തുമാറാകണമേ, ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, ഈ വിശുദ്ധ അൽത്താരിൽ നിന്ന് കർത്താവേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് കർത്താവേ ആമേ 30, 60, 100 മേനി ഫലം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ. ഒരാഴ്ച കാലം അവിടുത്തെ കൃപ പകർന്നല്ലോ കർത്താവേ. എത്രയോ ജീവിതങ്ങൾ ഈ ലോകത്ത് വിട്ട് കടന്നുപോയി കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ. ആമേൻ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എങ്കിലും അവിടുത്തെ മഹാദയാൽ നാഥ അവിടുന്ന് കൃപയോടെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് വഴി നടത്തുന്നല്ലോ കർത്താവേ. അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി പിതാവേ, അവിടുത്തെ കരുതലിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രക്ഷകനായ യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ എത്രയോ എത്രയോ ശ്രേഷ്ഠം കർത്താവേ. ഞാനാകുന്നു വഴി, ഞാനാകുന്നു സത്യം, ഞാനാകുന്നു ആമീൻ കർത്താവേ. ആമീ ലോകത്തിന്റെ കർത്താവേ രക്ഷകൻ എന്നുള്ള ചിന്തയിൽ തന്നെ കർത്താവേ ആ രക്ഷകനായ യേശുവിന്റെ പാദമെടുത്തെങ്കിൽ സർവ്വ ജാതി മതസ്ഥരും അങ്ങേ നമസ്കരിച്ച് കർത്താവേ ദൈവകൃപ അനുഭവിപ്പാൻ അവിടുന്ന് തിരുകൃപയാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോക ജനതയെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭാരത്തിലും വിഷമത്തിലും വേദനകളുമായിരിക്കുന്ന മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പകർച്ചവ്യാധികളപ്പ എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞുപോയി കർത്താവേ. ആമീൻ കർത്താവേ, വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന അപ്പ ദുഃഖാർത്ഥരായ ഹൃദയങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങാകുന്നു ഞങ്ങളുടെ ആശ്വാസപ്രദൻ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ മക്കൾക്കും കർത്താവേ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കഴിയുന്നവ കർത്താവേ ആമീൻ കർത്താവേ, ആമീ പകർച്ചവ്യാധിയാൽ ബാധിക്കപ്പെട്ട് ഭവനങ്ങളിലായിരിക്കുന്ന മക്കളെ യേശുവേ നിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവ് അവരെ വിടുവിക്കണമേ അപ്പ. സൗഖ്യദായകനായി അപ്പ അവിടുന്ന് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല രോഗങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, സകല കുറവുകളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. നിറവിന്റെയും സമാധാനത്തിന്റെയും ആമീൻ നന്മകൾ നൽകണമേ നാഥ. അങ്ങ് ഉദ്ധാരണത്തിന്റെ ദൈവമാകുന്നുവല്ലോ കർത്താവേ. ദൈവമായ കർത്താവേ ആമീൻ ബന്ധനങ്ങൾ ഇരിക്കുന്ന രോഗബന്ധനങ്ങൾ, പാപബന്ധനങ്ങൾ, ശാപബന്ധനങ്ങൾ ഇരിക്കുന്ന മക്കളെ അവിടുന്ന് ഉദ്ധാരണം ചെയ്ത് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേശത്തിൽ നിന്ന് കർത്താവേ ആമീൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണഭയത്തിൽ നിന്ന് ദേശത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ കരം ദേശത്തിൽ എല്ലാ ജനങ്ങളുടെ മധ്യയും അപ്പ അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പകർച്ചവ്യാധി കർത്താവേ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ചുഴലിക്കാറ്റുകൾ അപ്പ എല്ലാ ഭയങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളും ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഭയപ്പാടുകളോടുകൂടെ അടുത്ത് എന്ത് എന്നറിയാതെ വിഷാദത്തിലായിരിക്കുന്ന നിന്റെ മക്കളെ ധൈര്യപ്പെടുത്തണമേ കർത്താവേ. അന്ന് കർത്താവേ ആമേ സ്തോത്ര യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുവെങ്കിൽ കർത്താവേ ആ സമാധാനം കർത്താവേ ഇന്ന് എല്ലാ കർത്താവേ ജനഹൃദയങ്ങളിലും പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വയോധികരുടെ മേൽ ദൈവ സാന്നിധ്യം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പനമ്മമാരെ ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. സഹോദരങ്ങൾ തരുന്നു കർത്താവേ. യുവതി യുവാക്കളെ തരുന്നു കർത്താവേ. കൊച്ചുമക്കളെ തരുന്നു കർത്താവേ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരം കർത്താവേ എല്ലാ ജീവിതങ്ങളെയും പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയല്ലാതെ, അവിടുത്തെ സ്നേഹമല്ലാതെ ഞങ്ങൾക്കൊന്നില്ല കർത്താവേ. അവിടുത്തെ രക്ഷയല്ലാതെ ഒന്നില്ല കർത്താവേ. അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തിയാൽ മാത്രമേ കർത്താവേ, അവിടുത്തെ രക്ഷ ഞങ്ങൾക്ക് നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ കർത്താവേ. അവിടുത്തെ സ്നേഹം, കൃപ ധാരാളമായി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ യേശുവിന്റെ നാമത്തിലപ്പ. നിന്റെ മക്കളെ സൗഖ്യമാക്കി വിടുവിക്കണമേ അപ്പ. ആമേ രോഗങ്ങൾ കർത്താവേ എല്ലാ വിഷമതകളിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന മക്കളുണ്ട്, അവരെ വിടുവിക്കണമേ അപ്പ. അപ്പന്റെ പൊന്നുകരം നിന്റെ മക്കളോട് കൂടി ഇരിക്കട്ടെ കർത്താവേ. എല്ലാ പ്രയാസങ്ങളും വിടുവിക്കണമേ ദൈവമായ കർത്താവ്. നിന്റെ മക്കളിൽ നിന്നും കർത്താവ് മക്കളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ തുടച്ച് കർത്താവേ ആമീൻ കർത്താവ് സമാധാനവും സന്തോഷവും ദൈവകൃപയും എല്ലാ ഹൃദയങ്ങളിലും അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമീൻ സാമ്പത്തിക ക്ലേശങ്ങൾ ഞെരുക്കിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. ലോണുകൾ അടയ്ക്കുവാൻ വഴിയില്ലാതെ ആമീൻ കൂലിപ്പണികളില്ലാതെ കർത്താവേ വളരെ നട്ടം തിരിയുന്ന ജനവിഭാഗങ്ങൾ ഉണ്ട് കർത്താവേ. അവരെയൊക്കെ എന്നെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഈ വരുന്ന ആഴ്ചയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ. അതിനായിട്ട് നാഥ ഈ പകർച്ചവ്യാധിയൊക്കെ അവിടുത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതോടും കർത്താവേ ദേശത്ത് അങ്ങ് യഥാസ്ഥാനപ്പെടുത്തിയപ്പ കുടുംബങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. ആമേ തലമുറകളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങളുടെ മക്കൾ കർത്താവേ അങ്ങയിലേക്ക് തിരിയുവേണ്ട കൃപ നൽകണമേ അപ്പ. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ, യേശുവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, യേശുവപ്പന്റെ കരത്തെ പിടിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ
ഞങ്ങളുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളെ കൃപയായി ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, സ്തോത്രം. എല്ലാ ജാതി മതസ്ഥയും ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ജാതി മത ഭേദമിന്, സഭാ വ്യത്യാസമിന് എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ പൊന്നുകരം എല്ലാ ഹൃദയങ്ങളിലും, ജീവിതങ്ങളിലും, കുടുംബത്തിലും, ദേശങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകരാഷ്ട്രങ്ങളെ തരുന്നു കർത്താവേ. ഞങ്ങളുടെ ഭാരതത്തെ തരുന്നു കർത്താവേ. പ്രത്യേകിച്ചും കർത്താവേ ഞങ്ങളുടെ കൊച്ചു കേരളത്തെ തരുന്നു കർത്താവേ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ. പകർച്ചവ്യാധികൾക്കും കർത്താവേ, ആമേൻ, ദുരന്തങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കെതിരായി പോരാടുന്ന കർത്താവേ, ആമേൻ, ഭരണാധിപരെ ദൈവം അനുഗ്രഹി, വിവിധ ഗവൺമെന്റുകളെ അനുഗ്രഹിക്കണമേ. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നഴ്സുമാർ കർത്താവേ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് കർത്താവേ, താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള പ്രവർത്തിക്കുന്ന എല്ലാ സന്നദ്ധ സേവകരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ അപ്പ. എല്ലാവരെയും ആശീർവദിക്കണമേ. ഓക്സിജൻ പോലും കിട്ടാതെ കർത്താവേ, ആമേൻ, ജീവന് വേണ്ടി പിടയുന്ന എത്രയോ എത്രയോ ആയിരങ്ങൾ എന്ന ലോകത്തുണ്ട് കർത്താവേ. എൻ്റെ ദൈവം തന്നെ കർത്താവേ, ഞങ്ങൾ എല്ലാവരും യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥ നൽകണമേ കർത്താവേ. ആമേൻ കർത്താവ്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ അപ്പ, ലോകരാജ്യങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് യുദ്ധക്കെടുതിയിലായിരിക്കുന്ന പാലസ്തീൻ, ഇസ്രായേൽ കർത്താവ് രാജ്യങ്ങൾ ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ഇതൊക്കെ സംഭവിക്കേണ്ടതാകുന്നു എന്ന് തിരുവെഴുത്ത്, വെളിപ്പാട് പുസ്തകം ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, എത്രയോ ജീവിതങ്ങൾ അപ്പ, വലുതും ചെറുതുമായ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവേ. അവിടുന്ന് സമാധാനം നൽകണമേ കർത്താവേ. അവിടുന്ന് വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിലപ്പ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന് സുരക്ഷ നൽകണമേ അപ്പ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ കർത്താവേ, മാനസിക സമ്മർദ്ദത്തിൽ ആരെങ്കിലും ഇരിക്കുന്നു എങ്കിൽ കർത്താവേ, അവരുടെ മനസ്സുകൾക്ക് ബലം കൊടുക്കണമേ, ശക്തി പകരണമേ. തളർന്നു പോകാതെ, വീണു പോകാതെ കർത്താവേ, ക്രിസ്തു യേശുവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ, വിശുദ്ധ വേദ പുസ്തകം വായിച്ചു പ്രാർത്ഥിച്ചു യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൽ കർത്താവേ, ആമേൻ, ബലം പ്രാപിക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആലയത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബത്തെയും ദൈവം ആശീർവദിക്കണമേ അപ്പ. കുടുംബമായി ദൈവം ആശീർവദിക്കണമേ അപ്പ. ആശുപത്രിയിലായിരിക്കുന്ന മക്കളെ വിടുവിക്കണമേ അപ്പ. രോഗികളാരെയും സൗഖ്യമാക്കണമേ കർത്താവേ. ഓരോ കുടുംബങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ കൃപ പകരണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം, എല്ലാ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയോട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നു യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തീയപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകല ദോഷങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങയ്ക്കുള്ളതല്ലോ. ആമീൻ, ആമീൻ. തുടർന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് 264 ഗീതം നമുക്ക് ആലപിക്കാം. 264 ഗീതം. പാടും ഞാൻ എൻ യേശു പേരിൽ ആശ്ചര്യം തൻ സ്നേഹമാം എന്നാരംഭിക്കുന്ന 264 ഗീതം. പേരിൽ ആശ്ചര്യം തൻ സ്നേഹമാം പാടുന്നോവും പൂണ്ടു ക്രൂശിൽ ശാപം നീക്കി വീണ്ടുമാ പാടും പാടും യേശു പേരിൽ വാങ്ങിച്ചേ ചോരയാ വിശേഷം പാടും ഞാൻ പാടും പാടും യേശു പേരിൽ വാങ്ങിച്ചേ ചോരയാ ക്രൂശിൻ മുദ്ര ചാർത്തി മാപ്പിൽ
പേരിൽ വാങ്ങിച്ച് ചോരയാ ക്രൂശിൻ മുദ്ര ചാർത്തി മാപ്പിൽ താൻ പിടിച്ചെന്നെ അതാ. പാടും വേണ്ട യേശുവേ ഞാൻ തൻ സ്വർഗീയ സ്നേഹത്താൽ ചാവിൽ നിന്നു വാഴ്വിൽ ചേർത്ത കൂടെ ഞാനും വാഴുവാൻ. പാടും പാടും യേശു പേരിൽ വാങ്ങിച്ച് ചോരയാ ക്രൂശിൻ മുദ്ര ചാർത്തി മാപ്പിൽ താൻ പിടിച്ചെന്നെ അതാ. 42-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. പ്രതിവാക്യമായി വായിക്കുന്നതിനുള്ള സങ്കീർത്തന വേദഭാഗം സങ്കീർത്തന പുസ്തകം 42. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തെയും ഹെർമോൻ പർവ്വതത്തിലും മിസ്സാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തൻ്റെ ദൈവം കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുമണ്ണം എന്നെ നിന്ദിക്കുന്നു. നമുക്ക് ചേർന്ന് ചൊല്ലാം. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. തിരുവചന വേദഭാഗങ്ങളെ വായിക്കുന്നത് നമുക്ക് കേൾക്കാം. പഴയ നിയമ പുസ്തകത്തിൽ നിന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയും, സുവിശേഷ വേദഭാഗത്തു നിന്നും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെയുമുള്ള വചനങ്ങളെ വായിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണു മേലോട്ട് ഉയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചത് ആർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു.
ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിച്ചു. ദൈവമേ, നിനക്കു സ്തോത്രമുണ്ടാകട്ടെ. വായിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 44 മുതൽ 49 വരെ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങിയ സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിനു നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നവരോട് പറഞ്ഞു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നവരോട് പറഞ്ഞു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചവസാനിച്ചു. ക്രിസ്തുവേ, നിനക്കു സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് 22-ാം പുറത്തിലെ അപ്പോസ്തല വിശ്വാസ പ്രമാണം ഒരുമിച്ച് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പായിപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം. ലോക്ക്ഡൗണിൻ്റെ ഈ കാലഘട്ടത്തും പ്രത്യേകിച്ചും ഈ 2-ാമത്തെ ഞായറാഴ്ച നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്ന ഭവനങ്ങളിലിരുന്നു കൊണ്ട് തന്നെ ഈയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നാം കാണിക്കുന്ന മനസ്സ്, നമ്മുടെ വാഞ്ഛ ദൈവം നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ സഹായിക്കുന്ന, നമ്മെ കരുതുന്ന ദൈവം, നമ്മെ നടത്തുന്ന ദൈവം, അവൻ ശക്തനായ ദൈവം, എല്ലാ നിലകളിലും നമുക്കാവശ്യമായ സ്വർഗീയ നന്മകളൊക്കെ നൽകി കൃപയോടെ നമ്മെ കാത്തുപരിപാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നവമാധ്യമങ്ങളിലൂടെ നടത്തപ്പെടുന്ന പരിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ഹാർദവുമായി ഈ ആരാധനയ്ക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട്, ഏത് ഭവനത്തിലിരുന്നു കൊണ്ട്, ഏത് സ്ഥാനത്തായിരുന്നു കൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നുവോ, ആരാധിക്കുന്ന നിങ്ങളെ ദൈവം കാണുന്നു എന്നുള്ളതാണ്. എവിടെയാണോ ദൈവജനം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വേദപുസ്തകം പറയുന്നു, ദൈവനാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏതൊരു സ്ഥലത്തും ദൈവം കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നാം ആയിരിക്കുന്ന ഭവനത്തിൽ
നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്, മഹത്വമുണ്ട്. അത് നമുക്ക് ആന്തരിക കണ്ണുകൾ കൊണ്ട് ദർശിക്കാം, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ് എന്നതാണ്. പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയിർത്തെഴുന്നേൽപ്പിനും ശേഷം സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രിയ ശിഷ്യന്മാർ പേടിച്ച് വിറങ്ങലിച്ച് ഒരു മുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപായി തന്നെ തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്, പകുതിയിലധികം ശിഷ്യന്മാർ പഴയ ജോലിയിലേക്ക് കടന്നു പോകുകയാണ്. അതായത്, നിങ്ങൾ ഇന്നു മുതൽ മീൻ പിടിക്കുന്നവരായിട്ടല്ല മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞ് വിളിച്ച ഗുരുനാഥൻ്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് അവർ തിരിച്ച് മീൻ പിടിക്കുവാനായിട്ട് ഗലീല കടൽപ്പുറത്തേക്ക് പോവുകയാണ്. ശേഷം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്, ഒരു ഭാഗത്ത് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ, മറുഭാഗത്ത് യേശുവിൻ്റെ വാക്കിനെ ത്യജിച്ച് പിന്മാറ്റത്തിലേക്ക് പോയ ശിഷ്യന്മാർ. ഇവരുടെ നടുവിൽ നൽകുന്ന ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ഈ ഭാഗത്ത് യേശു കർത്താവ് അടച്ചിരുന്ന മുറിയുടെ മധ്യേ കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി തിരുവെഴുത്തിൻ്റെ പൊരുളുകളെ വിശദീകരിച്ച് നൽകിയ ശേഷം ശിഷ്യഗണത്തോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടുന്ന ദൗത്യം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ ലോകത്തേക്ക് അയക്കുവാൻ പോകുകയാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമെന്ന് പറയുന്നത്, യേശു കർത്താവ് ഈ വായിച്ച വേദഭാഗത്ത് പറയുകയാണ്, 24 അധ്യായത്തിൽ 44 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കുവിൻ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ പ്രാപിക്കുന്നത് വരെ ഈ സ്ഥാനത്ത് തന്നെ, യെരൂശലേമിൽ തന്നെ നിങ്ങൾ കാത്തിരിക്കണമെന്ന ഒരു നിർദ്ദേശം യേശു കർത്താവ് നൽകി യേശു കർത്താവ് മടങ്ങിപ്പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്തിനാണ് ഇനി പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കേണ്ടി വരുന്നത്? ക്രിസ്തുനാഥനോട് കൂടെ 3.5 വർഷക്കാലം സഞ്ചരിച്ച ശിഷ്യന്മാർ, പുതുവിശ്വാസികൾ, പുതിയ ശിഷ്യഗണങ്ങൾ എന്തുകൊണ്ട് ഇനി ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ ശക്തിക്കായി ഇവർ കാത്തിരിക്കണം? അതാണ് ഇന്ന് നാം പഠിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയ ദൈവജനമേ, എല്ലാ കാലത്തും ജീവിതത്തിൽ നന്മയായ സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മെ നടത്താറുണ്ട്. ഈ ശിഷ്യഗണങ്ങൾ 12 പേരും വ്യത്യസ്ത ജീവിത അനുഭവങ്ങളിലായിരുന്നവരാണ്. ചിലർ ദാരിദ്ര്യത്തിൽ, ചില പ്രയാസത്തിൽ, ചില ദൈനംദിന ജീവിതം നയിക്കുവാൻ ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നവർ എന്നിവരൊക്കെ ഉൾപ്പെടുകയാണ്. മാത്രമല്ല, മാനസിക സമ്മർദ്ദത്തിൽ ജീവിച്ചവർ, പുറം ലോകം ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തവരായിട്ടൊക്കെ ജീവിച്ചവരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. എന്നാൽ എപ്പോഴാണോ യേശു ഇവരുടെ അടുക്കൽ പോയി അവരെ വിളിച്ച് തന്നോടൊപ്പം തിരഞ്ഞെടുക്കുന്ന ഒരു മനോഹരമായ അനുഭവത്തിലായിത്തീരുന്നത്, വേദപുസ്തക ഭാഷയിൽ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. അവർക്കൊരു പുതിയ സാഹചര്യം ക്രിസ്തുനാഥൻ ഒരുക്കി കൊടുക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ സാഹചര്യം. പ്രിയമുള്ള ദൈവജനമേ, ശിഷ്യന്മാർക്ക് 3.5 വർഷക്കാലം ലഭിച്ച ഒരു പുതിയ സാഹചര്യത്തെ പോലെയാണ് ഒരു കാലത്ത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും അതുപോലെ തന്നെ മറ്റു പലതിനുമൊക്കെ ബുദ്ധിമുട്ടിയ നമുക്ക്, പാർപ്പിടത്തിന് അതുപോലെ വാഹനങ്ങൾക്കൊക്കെ ഏറെ ബുദ്ധിമുട്ടിയ നമുക്ക് ദൈവം ഒരു പുതിയ സാഹചര്യം നൽകിയിരുന്നു എന്നുള്ളത്. പുതിയ സാഹചര്യം എന്നുള്ളത് ഭക്ഷിപ്പാനും ധരിക്കുവാനും സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള ആശുപത്രികൾ, വ്യത്യസ്തമായ ഒരുപാട് പുതിയ സാഹചര്യങ്ങളെ ദൈവം കഴിഞ്ഞ 20, 25, 30 വർഷത്തിനുള്ളിൽ ദൈവം നമുക്ക് ഒരുക്കി തന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം എന്നത് പഴയ നിയമവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കും. പ്രത്യേകിച്ചും എഗസ്കേൽ പ്രവചന പുസ്തകം 36 അധ്യായം
22 മുതൽ 24 വരെ വായിക്കുമ്പോൾ ജനത്തിൻ്റെ പുതിയ സാഹചര്യങ്ങൾ അവർ ദൈവത്തെ മറക്കുന്നതിന് ഇടയാക്കി തീർത്തു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ലഭിച്ച പുതിയ സാഹചര്യം, ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരുക്കിക്കൊടുത്ത സമൃദ്ധിയുള്ള, സന്തോഷം നിറഞ്ഞ, ആശ്വാസപ്രദമായ പുതിയ സാഹചര്യം അവർ ദൈവത്തെ മറക്കുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഒന്നാമതായി അവർ ദൈവത്തെ മറന്നു എന്നുള്ളതാണ്. എഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവജനം ദൈവത്തെ മറന്നു. പുതിയ സാഹചര്യം അവരെ ദൈവത്തെ മറക്കുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ്. പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ പലപ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം പറയുന്ന കാരുണ്യ പ്രവൃത്തികളെ ഈ ലോകത്തിന് സകമനുഷ്യർക്ക് ചെയ്യുന്നതിൽ നാം ഏറെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ, ഒരു ഭാഗത്ത് പകർച്ചവ്യാധി, മറുഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധത്തിൻ്റെ കെടുതികൾ, മനുഷ്യൻ്റെ ആശകളും ആഗ്രഹങ്ങളെല്ലാം നിരാശയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് ശാസ്ത്രം ഏറെ പുരോഗതി പ്രാപിച്ചിരിക്കുമ്പോൾ മറുഭാഗത്ത് ശാസ്ത്രം എന്താണോ പടുത്തുയർത്തിയത് ഒരു ഭാഗത്ത് തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുതിയ പ്രതീക്ഷകളോടും അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടും മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അനുഭവങ്ങളായിട്ട് ലോക്ക്ഡൗൺ പോലുള്ള അല്ലെങ്കിൽ മുന്നിലുള്ള വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് മനുഷ്യജീവിതം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയ ദൈവജനമേ, ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് നമുക്ക് ദൈവം നൽകിയ പുതിയ അനുകൂല സാഹചര്യത്തിൻ്റെ മധ്യേ മനുഷ്യൻ ദൈവത്തെ മറന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നു എന്നതിൻ്റെ ഒരനുഭവമാണ് നമുക്കിവിടെ നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പാപം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു എന്ന് കാണുവാനായി സാധിക്കും. അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ, ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ജീവിത അനുഭവങ്ങളെ പരിശോധിക്കുമ്പോൾ അവനവൻ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുവാൻ ശീലിച്ചു എന്നുള്ളതാണ്. ഈ ദൈവങ്ങളെ കണക്കാക്കാതെ, ദൈവത്തെ കണക്കാക്കാതെ, ദൈവവചനത്തെ ഏറെ മാനിക്കാതെ വണ്ണം അവനവൻ ഹൃദയത്തിൽ ബോധിച്ച വണ്ണം നടന്നു എന്നുള്ളതാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഏറെ ഭജിച്ച് ആരാധിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സത്യമായ ഒരു കാര്യമല്ലേ പ്രിയമുള്ളവരെ? ഇന്ന് ലോക മനുഷ്യർ ഇന്ന് സൃഷ്ടിച്ചവനേക്കാൾ ഇന്ന് ഭോഗവസ്തുക്കളിൽ തന്നിരിക്കുന്ന ലഭ്യമായ റിസോഴ്സ് വിഭവങ്ങളിൽ ഏറെ ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ടാണ് സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു എന്ന് കാണിക്കുന്നത്. കാരണം ഒരു കാലത്ത് അടിമത്വത്തിൽ ജീവിച്ച ഈ ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമാകുന്ന സമൃദ്ധിയുടെ സ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയാണ്. അവിടെ പോയപ്പോൾ സമൃദ്ധി കണ്ടപ്പോൾ, സന്തോഷം കണ്ടപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ കണക്കിലെടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു തുടങ്ങി എന്നതാണ്. മാത്രമല്ല, അവർ വിഗ്രഹ ആരാധന ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിലേക്ക് തിരിഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എത്ര സത്യം പ്രിയമുള്ളവരെ! ഒരു കാലത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചവരുടെ നടുവിൽ നിന്നുമാണ് ഈ ജീവനുള്ള ദൈവം ഈ ജനത്തെ പറിച്ചെടുത്ത് സമൃദ്ധിയായ ശ്രേഷ്ഠതയുള്ള ഒരനുഭവത്തിൽ അവരെ ആക്കി തീർത്തത്. അതെ, സമൃദ്ധിയുള്ള, സമാധാനമുള്ള, ആശ്വാസദായകമായ, ദൈവം കൂട്ടുള്ള, സഖിത്വം നൽകിയ മനോഹരമായ ഒരു സ്ഥാനത്ത് ദൈവം ഇവരെ ആക്കി തീർത്തത്. എന്നാൽ ഇപ്പോൾ ഇവർ എന്താണ്? വിഭവങ്ങൾ ഏറെ, കണ്ണിനെ ആകർഷിപ്പിക്കുന്ന സുഖസൗകര്യങ്ങൾ, മോടിയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നോക്കിക്കണ്ടപ്പോൾ ഇവർ ജീവനുള്ള ദൈവത്തിൽ നിന്നും ജീവനില്ലാത്ത വസ്തുക്കളിലേക്ക് ഇവരുടെ മനസ്സ്, ഹൃദയം മാറി എന്നുള്ളതാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയ ദൈവജനമേ, കഴിഞ്ഞ നാളിലെ അനുഭവങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മുൻപിലുണ്ടായിരുന്ന, കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കുടുംബ പ്രാർത്ഥനകൾ, വ്യക്തിപരമായ പ്രാർത്ഥനകൾ, വേദപുസ്തക പഠനങ്ങൾ, ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുള്ള ആഗ്രഹങ്ങൾ
ഏറെ നിശബ്ദമായിക്കൊണ്ട് അഥവാ ഏറെ മങ്ങീഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. ജീവനുള്ള ദൈവത്തിൽ നിന്നും ജീവനില്ലാത്ത വസ്തുക്കളായ ഇന്നത്തെ ആധുനിക മീഡിയാസ് നാം ഉപയോഗിക്കുന്ന നമ്മുടെ കരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന മൊബൈൽ ഫോൺ പോലുള്ള മറ്റു വ്യത്യസ്തമായ വിനോദ പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നതിലൂടെ വേദപുസ്തകം പറയുന്നത് ഈ ഭൂമിയിൽ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിലേക്ക് മനസ്സ് വച്ചു അഥവാ അതിലേക്ക് തിരിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ വിഗ്രഹ ആരാധനയായിട്ടാണ് വേദപുസ്തകം കണക്കിടുന്നത്. ദൈവത്തെക്കാൾ ഏറെ നാം എന്തിന് പ്രാധാന്യം നൽകുന്നു അത് വിഗ്രഹ ആരാധനയായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജോലിയാകാം, ചിലപ്പോൾ നമ്മുടെ സമ്പത്താകാം, ചിലപ്പോൾ നമ്മുടെ കുടുംബമാകാം, നമ്മുടെ ഭവനമാകാം, കൃഷിയാകാം, നമ്മുടെ വിനോദ പരിപാടികളാകാം, നമ്മുടെ വീട്ടിലുള്ള വിശേഷ ചില വസ്തുക്കളാകാം. ദൈവത്തേക്കാൾ അധികം നാം എന്തിനെങ്കിലും സമയം ചെലവഴിക്കുന്നുവെങ്കിൽ, നാം എന്തിനെങ്കിലും സമയം അധികം നൽകുന്നുവെങ്കിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് അത് വിഗ്രഹ ആരാധനയെന്ന് പഠിപ്പിക്കുകയാണ്. മറന്നു പോകരുത്. മാത്രമല്ല ഇവർ ജാതികളോട് ഇടകലർന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അവിശ്വാസവും സ്വാർത്ഥതയും അഹങ്കാരവും അതിനാൽ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഇവർ പലതും ജനറലൈസ് ചെയ്തു എന്നുള്ളതാണ്. പൊതുവായിട്ട് ഇവർ വ്യാഖ്യാനിച്ചു തുടങ്ങി. ദൈവത്തെയും ദൈവിക പ്രവർത്തികളെയൊക്കെ പൊതുവായിട്ട് സാധാരണമായ ഗതിയിൽ അവർ വ്യാഖ്യാനിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുകാലങ്ങൾ നമുക്കറിയാം. ദൈവാലയമെന്നും ദൈവവചനമെന്നതും ദൈവദാസന്മാർ എന്നതും അതിന് ദൈവിക ശുശ്രൂഷ എന്നുമൊക്കെ ഏറെ നാം മാനിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഭക്തിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണോ നാം ഇന്ന് ശാസ്ത്രത്തോടും ജാതികളോടും ഏറെ ഇടകലർന്നത്, ഇന്ന് പലപ്പോഴും നാം ആയിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ നാം പലപ്പോഴും നിസാരവൽക്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിസ്സാരവൽക്കരണം എന്നത് ഒരു വലിയ പാപമായിട്ട് നോക്കിക്കാണുവാനായി സാധിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലുണ്ടായ പാപത്തിലേറെ ശ്രേഷ്ഠതയേറിയ പാപമാണ് നിസ്സാരവൽക്കരണം. അതായത് ജീവിതത്തിൽ പലതും നിസ്സാരമായി കാണുക എന്നുള്ളത്. കാരണം പാപത്തിന് വേണ്ടത്ര ഗൗരവം നൽകിയില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ പാപങ്ങൾക്ക് വേണ്ടത്ര ഗൗരവം നൽകാതെ പാപം ചെയ്തതിലൂടെ ഇവർ ദൈവവിശ്വാസത്തിൽ നിന്നും ഏറെ അകന്നു പോയി എന്നും ഏറെ അവർ അതിന് അനുകൂലമല്ലാത്ത അനുഭവത്തിലേക്ക് മാറിയെന്നും വചനം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ആരാധന സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആരാധനയെ ഇവർ അലക്ഷ്യപ്പെടുത്തി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആരാധനയ്ക്ക് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. പണ്ടത്തെ നാളുകളിൽ ഒരാഴ്ചയിൽ നമുക്ക് ലഭിക്കുവാനുള്ള ശക്തി, നമുക്കാവശ്യമായ സാമ്പത്തിക ഭദ്രത, വിജ്ഞാനം, ആരോഗ്യം ഇവയൊക്കെ ലഭിക്കുവാൻ ഞായറാഴ്ച ദിവസത്തിൽ കഴിവതും പരമാവധി അധിക സമയം ദൈവാലയങ്ങളിൽ ചിലവഴിച്ച സമയമുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണോ നമുക്ക് പുതിയ സാഹചര്യം ലഭ്യമായത്, ദൈവം ഒരു കനാൻ ദേശം പോലുള്ള നന്മകൾ നമ്മുടെ കുടുംബത്തിൽ ദേശത്തിന് സംജാതമാക്കി നൽകിയപ്പോൾ ആരാധന സ്വഭാവം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഏറെ വേദനാജനകമായ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ബാബിലോണിലെ 70 വർഷത്തെ പ്രവാസം പോലുള്ള പ്രവാസത്തിൻ്റെ അനുഭവങ്ങളെ ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. ഇങ്ങനെ അകന്നുപോയ ജനത്തിനെ മടക്കി വരുത്തുന്നതിനും അവർക്ക് ഒരു യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് അവരെ പ്രവാസത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പ്രവാസം എന്ന് പറയുന്നത് അത് വളരെ നിസ്സാരമായ ഒന്നല്ല. പലപ്പോഴും പ്രവാസം അഥവാ ഇംഗ്ലീഷിൽ എക്സൈൽ എന്ന് പറയുന്ന അനുഭവം, ആ വാക്കുകൾ കേൾക്കുവാൻ വളരെ മനോഹരമാണ്. എന്നാൽ അതിൻ്റെ പച്ചയായ അനുഭവത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ വളരെ കയ്പ് നിറഞ്ഞ അനുഭവം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രവാസം എന്നത് എക്കാലത്തും കഷ്ടത തന്നെയാണ്. സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവം, അടിമത്തത്തിലായിത്തീരുന്ന അനുഭവം, ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുന്നു, ആഗ്രഹിച്ചതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. പ്രിയ ദൈവജനമേ, ഇതാണ് 70 വർഷത്തെ പ്രവാസത്തിൽ ജീവിച്ചിരുന്ന ഈ ദൈവജനത്തിന് ഏർപ്പെട്ട അനുഭവങ്ങൾ. തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തരല്ല ഇന്ന് നാം പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു എക്സൈൽ അഥവാ പ്രവാസം എന്ന് പറയുന്നത്.
ഇന്ന് നമുക്ക് ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈവൻ മക്കൾ പോലും മാതാപിതാക്കളുടെ അടുക്കൽ പോകുമ്പോൾ മാതാപിതാക്കൾ പോലും മക്കളെ ഒരു കൈ അകലത്തിൽ നിർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ പകർച്ചവ്യാധി പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും ആർക്കുമല്ല എന്ന അനുഭവത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലകൾ വരെ എനിക്കെല്ലാവരും ഉണ്ട്, ഞാൻ എല്ലാവർക്കും എല്ലാമായിരുന്നത് പോലെ നാളെ എനിക്കെല്ലാവരും ഉണ്ടെന്ന് ചിന്തിച്ച ആ ഒരു ബന്ധത്തിൻ്റെ അനുഭവങ്ങളെ ഏറെ വിച്ഛേദിച്ചുകൊണ്ട്, ഏറെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ലോകത്തേക്ക് ഇന്ന് നാം പ്രവേശിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടം. ഇഷ്ടം പോലെ സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല, ഇഷ്ടമുള്ളിടത്ത് ചെല്ലുവാൻ കഴിയുന്നില്ല, ആരാധിപ്പാൻ കഴിയുന്നില്ല, കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുകയാണ്. നാം ആഗ്രഹിച്ചതൊന്ന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന്. ഇതല്ലേ പ്രിയമുള്ളവരെ, നാം മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളം മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, ലോകത്തിലെ സർവ്വഭാഷ സർവ്വഗോത്രത്തിലുള്ള ജനങ്ങളും ഇതേ പ്രതിസന്ധിയിലൂടെ അല്ലേ കടന്നു പോകുന്നത്? ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, ഈ പ്രവാസം എന്തിനു വേണ്ടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയത്? എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി നമുക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നത് പ്രവാസം എന്നത് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവാണ്. പ്രവാസം ദൈവം നൽകുന്നത് ദൈവത്തിൽ നിന്നും അകന്നുപോയ, ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലോളം മടങ്ങി വരുന്നതിന് വേണ്ടിയാണ് പ്രവാസം എക്കാലത്തും വേദപുസ്തക ഭാഷയിൽ നൽകപ്പെടുന്നത്. പ്രിയ ദൈവജനമേ, ഈ കാലഘട്ടത്ത് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന, അനുദിനം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പകർച്ചവ്യാധി, പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ വെറും ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഇനി വരുവാനിരിക്കുന്ന ഭയങ്കരമായ വ്യാധികൾ, മരണങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പൊലിഞ്ഞു വീഴുന്ന മനുഷ്യ ജീവിതങ്ങൾ, ഭയത്തോടും വിറയലോടും അടുത്തൊരു ചുവട് വയ്ക്കുവാൻ പോലും കഴിയാത്ത അനുഭവത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അതിഭയങ്കരമായിട്ടുള്ള പ്രവാസത്തിൻ്റെ അനുഭവങ്ങൾ എന്തിനു വേണ്ടിയായിരിക്കും പ്രിയമുള്ളവരെ? ഈ കാലഘട്ടത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിലേക്ക് വേണ്ടിയാണ്. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കുമെന്ന് നമ്മുടെ അരുമനാഥനായ ക്രിസ്തു നമ്മോട് പറഞ്ഞത് ഇന്ന് പാലസ്തീനിലും ഇസ്രയേലിനുമൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നാം നോക്കിക്കാണുന്നുണ്ട്. അമേരിക്ക എന്ന ഒരു വലിയ രാജ്യം ഇസ്രയേലിന് എല്ലാവിധമായ സഹായമൊക്കെ നൽകുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിച്ചു. ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. ഏത് രാജ്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കും? ഈ യുദ്ധം ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? വരും നാളുകളിൽ ഈ ലോകത്തിന് സംഭവിക്കുവാൻ പോകുന്നത് എന്താണ്? ബാബിലോണിനെ എപ്പോഴാണ് ലോകരാജ്യങ്ങൾ ഉയർത്തുവാൻ പോകുന്നത്? അനർത്ഥം എപ്പോൾ വരും? ഇതെല്ലാം സംഭവിക്കുവാൻ പോവുകയാണ്. വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട്, ഒരു ക്രമമായിട്ടാണ്, ക്രമം കെട്ട രീതിയിലല്ല ഇത് സംഭവിക്കുവാൻ പോകുന്നത്. ചിട്ടയും ക്രമത്തോടും കൂടെയാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ, തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ജീവനുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നാം മറന്നു പോകരുത് പ്രിയമുള്ള. അങ്ങനെയെങ്കിൽ ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രവാസത്തിൻ്റെ ഈ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വേദപുസ്തകം പറയുന്നു, ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. മടങ്ങി വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ എ ക്ലെൻസ്ഡ് പീപ്പിൾ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധീകരിക്കപ്പെടുന്ന ജനം. ആ വേദഭാഗം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമതായി വേദപുസ്തകം പറയുന്നത്, പ്രവാസ കാലഘട്ടത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനസ്സുള്ള ജനത്തിൻ്റെ മേൽ നിർമ്മല ജലം തളിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വീണ്ടും മടങ്ങി വരവിൽ വിശുദ്ധി ഏറെ അനിവാര്യമാണ്. കാരണം വിശുദ്ധനായ ദൈവത്തിൽ നിന്നും അശുദ്ധിയിലേക്ക് കടന്നുപോയ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ മടങ്ങി വരുമ്പോൾ, വീണ്ടും അവൻ യഥാസ്ഥാനപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒന്നാണ് വിശുദ്ധി എന്നുള്ളത്. കാരണം ദൈവം വിശുദ്ധനാകുന്നു. തിരുവചനം പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നിർമ്മല ജലം കൊണ്ട് തളിക്കുമെന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു സെക്കൻഡ് ബാപ്റ്റിസം അല്ല.
ഇത് രണ്ടാമത്തെ സ്നാനത്തെ അല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, പകരം പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം. ഇത് സംഭവിക്കുന്നത് ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ടാണ്. ഇത് ആന്തരികമായ ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ജലം ഉപയോഗിച്ച് കഴുകുന്നതും തളിക്കുന്നതും ആചാരപരമായ കളങ്കത്തെയും മാലിന്യത്തെയും കഴുകി ശുദ്ധീകരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ദൈവം ഇസ്രായേലിനെ എല്ലാ പാപത്തിൽ നിന്നും ശുദ്ധീകരിച്ച് അവർക്ക് പുതിയ ജീവിതം നൽകുന്ന ഒരു അനുഭവമാണ്. മറന്നു പോകരുതേ, നാം ആയിരിക്കുന്ന ഈ പ്രവാസ കാലഘട്ടത്തിൽ നിന്ന് ഞാനും നിങ്ങളും ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനസ്സുണ്ടെങ്കിൽ ആദ്യം ദൈവം ചെയ്യുന്നത് നിർമ്മല ജലം തളിക്കുമെന്നാണ്. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ദൈവം ക്ഷമിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എബ്രായ വേദപുസ്തക പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് പാപത്തിൽ നിന്നുമുള്ള കഴുകൽ സൂചിപ്പിക്കുന്നത് നീതീകരണത്തെയാണ്, ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തെയാണ്. അത് വിശുദ്ധീകരണത്തെയല്ല, പകരം നീതീകരണത്തെയാണ്. കാരണം മനുഷ്യൻ അശുദ്ധിയിലേക്ക് എപ്പോൾ അവൻ സഞ്ചരിച്ചു തുടങ്ങിയോ അത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ അനീതിയിലേക്ക് പോയെന്ന, ദൈവത്തെ വിട്ട് അനീതി ചെയ്തു, ദൈവത്തിനെതിരായുള്ള അനീതി പ്രവർത്തികൾ അവൻ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് ആവശ്യം നീതീകരണമാണ്. നീതീകരണത്തിന് ശേഷമുള്ള യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. തുടർന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആന്തരികമായുള്ള പ്രവർത്തനമാണ് ഒരു വ്യക്തിയെ നവീകരണത്തിലേക്കും പൂർണ്ണമായ പരിശുദ്ധിയിലേക്കും വഴി നടത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ 3 കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നിർമ്മല ജലം കൊണ്ട് തളിക്കുക എന്നത് നീതീകരണത്തെയും യേശുവിൻ്റെ രക്തത്താൽ കഴുകുന്നതിനെ വിശുദ്ധീകരണത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം എന്നത് നവീകരണത്തെയും സൂചിപ്പിക്കുകയാണ്. ഇത് 3ഉമാണ് ജീവിതത്തിൽ അനിവാര്യം. ദൈവത്തെ മറന്ന് ദൈവവിശ്വാസത്തെ അകന്നു പോയ പ്രിയ സ്നേഹിതേ, ലോക ജനമേ, ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, കം ബാക്ക് ടു ദ കിങ്. ദൈവത്തിൻ്റെ അടുക്കലോളം മടങ്ങി വരിക. നീ മടങ്ങി വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തേത് നീതീകരണമാണ്, 2 വിശുദ്ധീകരണമാണ്, 3 നവീകരണമാണ്. ഇത് 3ഉമാണ് നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ, ദൈവത്തോടൊപ്പം നിർത്തുവാൻ നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന ഘടകങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം കഴുകപ്പെടുന്നത് ജലത്തിനാലെങ്കിൽ നമ്മുടെ ഹൃദയം കഴുകപ്പെടുന്ന രക്തത്തിനാലും പുതിയ ജീവിതം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലുമാകുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, വിശുദ്ധീകരിക്കപ്പെടുന്ന ജനം. നീതീകരണത്തിലൂടെ വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുന്ന ജനത്തിന് ഇനി ആവശ്യമെന്ന് പറയുന്നത് 2, എ ന്യൂ ഹാർട്ട് ഫോർ ന്യൂ പീപ്പിൾ. 36-ാം അധ്യായം 26 മുതൽ 27 വരെ വായിക്കുമ്പോൾ പുതിയ ജനത്തിന് ഒരു പുതിയ ഹൃദയം അനിവാര്യമാണ്. ആമീൻ. പുതിയ ജനത്തിന് ഒരു പുതിയ ഹൃദയം അനിവാര്യമായിരിക്കുകയാണ്. എത്ര മഹനീയമായ ഒരു അനുഭവം പ്രിയമുള്ളവരെ. ജീവിതത്തിൽ ദൈവത്തോട് നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവത്തോടൊപ്പം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു, ദൈവമേ ഞാൻ പാപം ചെയ്തു, സ്വർഗത്തോടും അപ്പാ നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞ് നീതീകരിക്കപ്പെട്ട് നിങ്ങൾ വിശുദ്ധി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കും നിങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ ഹൃദയമാണ്, ഒരു പുതിയ ആത്മാവാണ്. അതിനെക്കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പുനർജനനത്തിന് ദൈവം പുതിയ ഹൃദയത്തെയും പുതിയ ആത്മാവിനെയും വാഗ്ദാനം ചെയ്യുകയാണ്. ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. എഹെസ്കേൽ 36-27 മുതൽ 26-27 വായിക്കുമ്പോൾ, ഞാനൊരു പുതിയ ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്കുള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഈ സംഭവമാണ്, ഇതിനു വേണ്ടിയാണ് യേശു കർത്താവ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ 44-49 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതുവരെ ഇവിടെ കാത്തിരിപ്പിൻ. ആമീൻ. ഇവിടെ നിങ്ങൾ കാത്തിരിപ്പിൻ, കാരണം നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയവരാകുന്നു. ഇനി നിങ്ങൾ ആ ശക്തി ലഭിക്കുന്നത് വരെ ഇവിടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമസ്വഭാവത്തോടുകൂടെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് ക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കുവാനൊക്കെ നിങ്ങൾക്ക് യോഗ്യത നൽകി നിങ്ങളെ കൊണ്ടു നടന്നു. എന്നാൽ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടം വന്നപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു, ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു, ദൈവവാഗ്ദാനങ്ങളെ മറന്നു കളഞ്ഞു. ദൈവം കർത്താവായ യേശു മരണത്തിന് മുൻപ് നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞു. ഇപ്പോൾ ഇതാ നിങ്ങളിലധികം പേരും പഴയ ജോലിയിലേക്ക് പോയിരിക്കുകയാണ്. നായി ഛർദ്ദിച്ചതിലേക്ക് തിരിയുന്നത് പോലെ
ഈ കർത്താവിൻ്റെ ശിക്ഷകണങ്ങൾ പഴയ ജോലിയിൽ വ്യാപൃതയായി തീരുകയാണ്. ക്രിസ്തുനാഥൻ അവർക്ക് നൽകിയ പുതിയ ദർശനങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും അവർ അതിനെ എടുത്ത് മാറ്റിയിട്ട ശേഷം അതിനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിയെറിഞ്ഞ് അതിനെ എന്നേക്കുമായി അവർ മറന്നുകൊണ്ട് ഒരു പുതിയ പഴയ ജീവിതത്തിലേക്ക് അവർ മടങ്ങിച്ചെല്ലുകയാണ്. പ്രിയ ദൈവജനമേ, അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കണം. ഇനി നിങ്ങൾക്കൊരു പുതിയ ഹൃദയമുണ്ടാകണം. പിന്മാറ്റത്തിലേക്ക് പോയ ദൈവജനത്തിന് ഒരു പുതിയ ഹൃദയം ആവശ്യമാണ്. അവർക്കൊരു പുതിയ ആത്മാവ് ആവശ്യമാണ്. ഇനി നിങ്ങൾക്ക് എന്നോടൊപ്പം സഞ്ചരിക്കണമെങ്കിൽ, എന്നോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ പഴയ ഹൃദയമല്ല, ഇനി പഴയ ആത്മാവല്ല, നിങ്ങളിലൊരു പുതിയ ആത്മാവ് വരണം. അതാ വേദപുസ്തകം പറയുന്നത്, സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതിനായി നിങ്ങൾ എവിടെ കാത്തിരിപ്പിൻ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ മറ്റൊരു ചിന്ത കൂടെ പറയട്ടെ. പലരും പിന്മാറ്റത്തിലേക്ക് പോയിട്ട് മടങ്ങി വരാറുണ്ട്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പഴയ ശുശ്രൂഷ ചെയ്യുവാനൊക്കെ മടങ്ങി വരുന്ന ചിലരുണ്ട്. പഴയ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നവരുണ്ട്. പക്ഷേ ഇവർ മടങ്ങി വരുന്നത് എന്ത് പ്രാപിക്കാതെയാണ്? ദൈവത്തോട് നീതീകരണവും ദൈവത്തോട് വിശുദ്ധിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പുതിയ ആത്മാവും പുതിയ ഹൃദയവും പ്രാപിക്കാതെ വരുന്നത് കൊണ്ട് ഇവർക്ക് വീണ്ടും വീണ്ടും വീഴ്ച തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല, ഇവർക്ക് തങ്ങളുടേതായ മേഖലകൾ ശോഭിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അവരിൽ കാണുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കാണുവാൻ സാധിക്കുന്നത് ആരാണോ നീതീകരിക്കപ്പെട്ടത്, ആരാണോ വിശുദ്ധീകരിക്കപ്പെട്ടത്, ആർക്കാണോ പുതിയ ഹൃദയവും പുതിയ ആത്മാവും നൽകപ്പെട്ടിരിക്കുന്നത്, സ്വായത്തമാക്കിയിരിക്കുന്നത്, അവരിലൂടെയായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമുക്കൊരുപാട് ചെയ്യുവാനുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോ ദിവസവും നമുക്ക് ദൈവം നൽകുന്നുവെങ്കിൽ ചെയ്യുവാൻ ഒരുപാടുണ്ട്. നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ ധനമാകാം, നമ്മുടെ സമ്പത്താകാം, ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നാം നഷ്ടപ്പെടുത്തി കളയുന്ന ഈ ദിവസം നാളെ നമുക്ക് ലഭിക്കുകയില്ല. ഇക്കഴിഞ്ഞ മരണത്തിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, വളരെ യൗവനപ്രായത്തിൽ ഒരുപാട് പേർ കടന്നുപോയി. മധ്യവയസ്കർ ഏറെ ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. അവർ ഇന്നലെയെങ്കിൽ ഇന്ന് അപ്രകാരം സംഭവിക്കുന്നുവെങ്കിൽ നാളെ ഞാനോ നിങ്ങളോ ഒക്കെ ആയിരിക്കാം. വേദപുസ്തകം പറയുന്നത്, എവിടേക്കാണ് നമ്മുടെ ഈ യാത്ര? ജീവിത യാത്രക്കാരാ, നിന്റെ കാലടികൾ എങ്ങോട്ട്? എവിടേക്കാണ് നിന്റെ യാത്ര? പാട്ടുകാരൻ പാടുന്നുണ്ട്, ഇന്ന് നീ മരിച്ചാൽ എവിടേക്ക് പോകും നിന്റെ ആത്മാവ്? ചിന്തിച്ചിട്ടുണ്ടോ? എന്നോടും നിങ്ങളോടുമുള്ള ഈ കാലഘട്ടത്തിൻ്റെ ചോദ്യമാണ്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടേക്ക് പോകും? സൃഷ്ടിതാവിൻ്റെ അടുക്കലോളം ചെല്ലുവാൻ തക്കവണ്ണമുള്ള പ്രവൃത്തികൾ എന്തെങ്കിലും ഈ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കുക. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന വാഗ്ദാനം നൽകി. അവർ വലിയ ദൗത്യത്തിലേക്ക് നിങ്ങളെ ആക്കി വെച്ചു. പക്ഷേ നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് പരാജയപ്പെട്ടു പോയവർ, അകന്നു പോയവർ, എന്നെ ഒരുപാട് സ്നേഹിച്ചു, എന്നോടൊപ്പം നടന്നു, എന്നോടൊപ്പം കൂട്ടായ്മ ആചരിച്ചു, അപ്പം പങ്കിട്ടു, കഴിച്ചു, പെസക ആചരിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു. സത്യമാണ്. എന്നാൽ ഒരു പ്രത്യേക സമയമെത്തിയപ്പോൾ നിങ്ങൾ എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോയി. ഇനി നിങ്ങൾക്ക് എന്നോടൊപ്പം സഞ്ചരിക്കണമെങ്കിൽ ഇവിടെ കാത്തിരിക്കുക. ആമേൻ. എൻ്റെ നാമത്തിൽ നിങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ, എൻ്റെ നാമത്തിൽ മുൻപ് ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ ലോകത്തെമ്പാടും പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം. കാരണം ഇനി നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ആവശ്യമാണ്, ഇനി ഒരു പുതിയ വിശുദ്ധി ആവശ്യമാണ്, ഇനി നിങ്ങളിലൊരു പുതിയ ആത്മാവ് ആവശ്യമാണ്. ആ ശക്തി നൽകുന്ന ഉയരത്തിൽ നിന്നുമാണ്. സ്വർഗത്തിലെ പിതാവായ ദൈവം എന്നിലും നിങ്ങളിലേക്കും പകരപ്പെടുന്ന ഒരു ദൈവിക ശക്തി. അതിനായി കാത്തിരിക്കുവാൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ഭവനത്തിൻ്റെ മുറിയിലായിരിക്കാം, നിങ്ങൾ ഭവനത്തിൻ്റെ പൂമുഖത്തായിരിക്കാം, നിങ്ങൾ യാത്രയിലായിരിക്കാം, എവിടെ ആയിരിക്കുന്നോ പ്രിയമുള്ളവരെ, അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. എന്നിൽ ഞാൻ ശിഷ്യഗണത്തെ പോലെ കാണാതെ പോയ ആടിനെ പോലത്തെ അനുഭവമാണോ? ഞാൻ ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നവളാണോ? ഞാൻ ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നവനാണോ? ഞാൻ ദൈവത്തെ വിട്ട് ഇന്നത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രസ്ഥാനങ്ങളെയും എൻ്റെ ജീവിത സൗകര്യങ്ങളൊക്കെ കണ്ട് ഞാൻ മറ്റൊരു ദിശ നോക്കി, മറ്റൊരു കാഴ്ചപ്പാടിൽ നോക്കി ഞാൻ സഞ്ചരിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അവിടെ മുട്ടുകുത്തുക പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിങ്ങളോട് സംസാരിക്കും. മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഏറ്റുപറയുക. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ് ലഭിക്കുന്നത് വരെ യേശുവിൻ്റെ പാദപീഠത്തിൽ കാത്തിരിക്കുക. അടച്ചിട്ട മുറിക്കുള്ളിൽ, 4 ചുവരുകൾക്കുള്ളിൽ
ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് കാത്തിരിക്കുക. യേശുവേ, എനിക്ക് ആ പുതിയ ഹൃദയം നൽകണമേ, ഒരു പുതിയ ശക്തി നൽകണമേ. അങ്ങേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ, നാളെ പ്രഭാതത്തിൽ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ആ പുതുബലം, പുതുശക്തി നൽകണമേ. ഇതാണ് പരിശുദ്ധാത്മാവിനുള്ള കാത്തിരിപ്പ്. പ്രിയമുള്ളവരെ, ആ ശക്തി ലഭിക്കുമ്പോൾ നാം ആഗ്രഹിച്ചനപ്പുറമായ കാര്യങ്ങളെ ദൈവനാമത്തിന് ചെയ്യുവാൻ സാധിക്കും. അപ്രകാരം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഞായറാഴ്ച പ്രഭാതത്തിനായി സ്തോത്രം 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 ചെയ്യുന്ന കർത്താവ്. കർത്താവ് മഹോന്നതൻ, ആരിലും ഉന്നതനായ ദൈവം, വാക്കുമാറാത്ത ദൈവം, കരുണയുള്ള ദൈവം. ആമേൻ. സ്തുതിക്കുന്നു അപ്പാ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ് ആവശ്യം കർത്താവേ. എപ്പോഴോ എന്നോ അങ്ങിൽ നിന്നും അകന്നു പോയ ഞങ്ങളുടെ ജീവിതത്തിന് അപ്പാ ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും ഈ അൽത്താരിൽ നിന്നുകൊണ്ടപ്പാ ഈ ദൈവവചനം സംസാരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ദൈവമേ സ്തോത്ര, ഈ മീഡിയ വഴി കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ആരാധന പങ്കുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾക്ക് ഒരു പുതുബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. അവിടുത്തെ കൃപയല്ലാതെ ഒന്നുമില്ല, അവിടുത്തെ ശക്തിയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവ്. അവിടുത്തെ കൃപ കൊണ്ട് പൊതിയണമേ, ശക്തീകരിക്കണമേ കർത്താവ്. അങ്ങയ്ക്ക് വേണ്ടി കർത്താവേ സ്തോത്രം. വലിയ പ്രവർത്തനങ്ങളെ കർത്താവ്, വലിയ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബത്തെ ആ ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒന്നുകൂടെ പുനഃസമർപ്പണം ചെയ്യട്ടെ പിതാവേ. അവിടെ ഞങ്ങളെ കൈക്കൊള്ളണമേ, കൃപയാൽ ഞങ്ങളെ ഉപയോഗിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതം തീരട്ടെ. തിരുകൃപയെ ബലപ്പെടുത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമീൻ, ആമീൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് 502 ഗാനം ആലപിക്കാം. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു എന്ന ഗാനം ആലപിച്ച് ആശീർവാദത്തോടെ ഇന്നത്തെ ആരാധന നമുക്ക് അവസാനിപ്പിക്കാം. ശക്തി
വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം നന്മ വാഴ്വ് നിങ്ങളെല്ലാ പേരോടും ഇന്നും എന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ.